അപ്പോൾ മക്കളെ, ആയിഷ ടീച്ചറാണ്. നമ്മൾ NMMSന്റെ സാറ്റിൽ നിന്നും SS നമുക്കറിയാം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് 8ാം ക്ലാസ്സിനുള്ളത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓരോന്ന് ചർച്ച ചെയ്തു പോകണം. നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് നീട്ടി വെച്ചിട്ടുണ്ട്. ഒരു 10-20 ദിവസം നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അത് മാക്സിമം നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെയോ പറ്റുമോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു സാധനമാണ്, എന്തായാലും നമ്മൾ നനഞ്ഞ് ഇനി കുളിച്ചിട്ട് കയറാന്നുള്ള മൈൻഡ് ഇട്ടാണ്ട് ഇറങ്ങുക. ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് എനിക്കുള്ളതാണ് എന്നുള്ള മട്ടിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ തേടി NMMS വരും. പക്ഷെ വെറുതെ ഇരുന്ന് വെച്ചിട്ട് അത് കിട്ടുന്നു ഒരാളും വിചാരിക്കേണ്ട. നന്നായിട്ട് പണിയെടുത്തെങ്കിൽ മാത്രമാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സാറ്റിൽ 35 മാർക്കിനാണ് SS ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നമ്മുടെ പുസ്തകം മാറിയെന്ന് ഞാൻ പറഞ്ഞു. അത് 8ാം ക്ലാസ്സിൻ്റെ പുസ്തകം ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യനാണ് ഈ സെഷനിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാടാ. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആടാ, മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമായ ഹോർത്തൂസ് മലബാരിക്കൂസ് ഇംഗ്ലീഷ് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തി ആര്? നമുക്കറിയാം, മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഏത്? ഹോർത്തൂസ് മലബാരിക്കൂസ്. ഇത് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദീനബന്ധു മിത്ര, ഓപ്ഷൻ ബി ഇ.ടി. അച്യുതൻ, ഓപ്ഷൻ സി KS മണിലാൽ, ഓപ്ഷൻ ഡി ഹെൻറിക് വാൻ റീഡ്. ആരാണ് ഹോർത്തൂസ് മലബാരിക്കൂസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി? ഓപ്ഷൻ സി ആയിട്ടുള്ള ഡോക്ടർ KS മണിലാലാണ് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തി. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഇ.ടി. അച്യുതൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഈ ഹോർത്തൂസ് മലബാരിക്കൂസ് എന്ന് പറയുന്ന ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ്. ഈ ഡച്ചുകാരുടെ സംഭാവന ആയിട്ടുള്ള ഹോർത്തൂസ് മലബാരിക്കൂസിനെ സഹായിച്ചിട്ടുള്ള മലയാളി വൈദ്യനാണ് ഇ.ടി. അച്യുതൻ എന്ന് പറയുന്ന ആള്. എന്നാൽ ഈ ഡച്ചുകാരുടെ സംഭാവനയായിട്ടുള്ള ഈ ഹോർത്തൂസ് മലബാരിക്കൂസിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ഡച്ച് ഗവർണർ ഉണ്ടായിരുന്നു, വിട്ടുപോകരുത് മക്കളെ. അയാളാണ് ഹെൻറിക് വാൻ റീഡ് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് മലയാള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതെന്ന് ചോദിച്ചാൽ ഡോക്ടർ KS മണിലാലാണ്. ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്, ഈ ഹോർത്തൂസ് മലബാരിക്കൂസ് എന്ന് പറയുന്ന മെഡിസിൻ പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ടടാ? 742 എന്താണ് ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നുള്ളത്. സെറ്റാണല്ലോ. അപ്പം മലയാളത്തിൽ അച്ചടിച്ച മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാരിക്കൂസ്. അത് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ KS മണിലാൽ. അതിനെ സഹായിച്ച വൈദ്യനാണ് ഇ.ടി. അച്യുതൻ. എന്നാൽ അതിനെ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണറാണ് ഹെൻറിക് വാൻ റീഡ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇടാം. പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത്? വിച്ച് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് സബ്മിറ്റഡ് ടു റെക്കമെൻഡേഷൻസ് ഓൺ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ. അതായത് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എന്തിന്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഏതാണ് കമ്മിറ്റി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബോർഡ് നോമിനേഷൻ കമ്മിറ്റി, ഓപ്ഷൻ ബി പാർലമെന്ററി കമ്മിറ്റി, ഓപ്ഷൻ സി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ഡി സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഏതാണ് കമ്മിറ്റി? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സെറ്റാണല്ലോ മക്കളെ, സെറ്റാണല്ലോ. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായി ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശ അനുച്ഛേദം ഏതാണെന്നാണ്? ഏത് ആർട്ടിക്കിളിനെയാണ് ഡോക്ടർ BR അംബേദ്കർ എന്ത് ചെയ്തിട്ടുള്ളത്? ഹൃദയവും ആത്മാവും, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്? അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അനുച്ഛേദം 32 ആണ്. താഴത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഏതിനെയാണ്? ആർട്ടിക്കിൾ 32നെയാണ് ഡോക്ടർ BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ആർട്ടിക്കിൾ 32 പറയുന്നത്? റൈറ്റ്
റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഭരണഘടനാപരമായി പരിഹരിക്കാനുള്ള എന്താണ് അവകാശമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനയിൽ എന്താ പറയുന്നത് അതനുസരിച്ച് പരിഹാരം കാണാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഇനി ബാക്കി ഓപ്ഷൻസും കൂടി എന്താന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ ബി എന്ന് പറയുന്ന അനുച്ഛേദം 21A ആണ്. 21A, ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് എന്താടാ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എങ്ങനെയാടാ പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ്. കിട്ടുന്നില്ലേ? സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം കിട്ടുന്നില്ലേ? ഉച്ചക്കഞ്ഞി കിട്ടുന്നു, പുസ്തകം ഫ്രീ ആയിട്ട് കിട്ടുന്നു. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാടാ? ആർട്ടിക്കിൾ 21A പ്രകാരമാണ്. അടുത്തത് ആർട്ടിക്കിൾ 14 അനുച്ഛേദം 14 എന്താടാ? നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒന്നാമത്തത് ആരാടാ? റൈറ്റ് ടു ഇക്വാലിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശമാണ്. അടുത്തത് അനുച്ഛേദം 24 എന്താടാ? ആർട്ടിക്കിൾ 24. അതിലേക്ക് 24 എന്ന് പറയുമ്പോൾ തന്നെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികൾക്കോ മറ്റ് പ്രവർത്തനങ്ങൾക്കോ കോറി പോലെയുള്ള പണികൾക്കോ വിടരുത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ഏതിനെയാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഏതാണ്? ആർട്ടിക്കിൾ 32 മറക്കല്ലേ മക്കളെ. 32 എന്താ പറയുന്നത് വെച്ചാൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഥവാ ഭരണഘടനാപരമായി പരിഹരിക്കാനുള്ള അവകാശം. സെറ്റാണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ മക്കളെ? ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യോജിച്ചവ ചേർക്കുക എന്നാണ്. ഒന്നാമത്തത് അയ്യങ്കാളിക്ക് നേരെ ഇവിടെ കൊടുത്തിട്ടുള്ളത് യോഗക്ഷേമ സഭയാണ്. രണ്ടാമത്തത് മന്നത്ത് പത്മനാഭൻ സമത്വ സമാജമാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തത് വൈകുണ്ഠ സ്വാമികൾ സാധുജന പരിപാലന സംഘമാണ് കൊടുത്തിട്ടുള്ളത്. നാലാമത്തത് VT ഭട്ടതിരിപ്പാടാണ് നായർ സർവീസ് സൊസൈറ്റി ആടാ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം അയ്യങ്കാളി എന്ന് പറയുമ്പോൾ തന്നെ സാധുക്കളുടെ നേതാവാണ്. അപ്പൊ സാധുജന പരിപാലന സംഘമാണ് ആരുടേതടാ? അയ്യങ്കാളിയുടേത്. അപ്പൊ 1 3 കൺഫേം ആയി. 1 3 ഉറപ്പായി. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 3, ഓപ്ഷൻ ബി 1 3, ഓപ്ഷൻ സി എന്തായാലും അല്ല 1 2. അപ്പൊ അതെന്തായാലും ക്യാൻസലായി. ഓപ്ഷൻ ഡി 1 3. അപ്പം അടുത്ത ആളെ നോക്കിയേ മതിയാവൂ. അടുത്തതാണ് മന്നത്ത് പത്മനാഭൻ. നമുക്കറിയാം NSSന്റെ സ്ഥാപകൻ അഥവാ നായർ സർവീസ് സൊസൈറ്റി ആരുടേതാണ്? മന്നത്ത് പത്മനാഭൻ്റെത്. അപ്പം 2 ഏതിക്കാടാ? 2 നായർ സർവീസ് സൊസൈറ്റി. നാലാമത്തതാണ്. അപ്പൊ 2 4 ഓപ്ഷൻ ഏതൊക്കെയാ നോക്കുക. അപ്പം എ എന്ന് പറയുന്നത് 2 1. അപ്പൊ എ അല്ല, എ ക്യാൻസൽഡ്. ബി ഓർ ഡി ആണ് ഈ കാര്യം ഉത്തരമായിട്ട് വരിക. മൂന്നാമത്തത് വൈകുണ്ഠ സ്വാമികൾ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 8ാമത്തെ ചാപ്റ്ററിൽ എന്താണ് സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ റിഫോമേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഈ സോഷ്യൽ റിഫോമേഴ്സിൽ 1ാമത്തെ വ്യക്തിയാണ് വൈകുണ്ഠ സ്വാമികൾ. മൂപ്പരുടെ പ്രസ്ഥാനം ഏതാടോ? അതന്നെ ഏതാണ്? സമത്വ സമാജമാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ ഏതാണ്? സമത്വ സമാജം. അപ്പം സമത്വ സമാജം വരുന്നത് എത്രാമത്താടാ? 2ാമത്തെ. അപ്പൊ 3 2 ഓപ്ഷൻ 3 2 ഓപ്ഷൻ ബിയിലാണ്. പിന്നെ 4ാമത്തേത് എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടാണ്. സ്വാഭാവികമായിട്ടും അയാൾ യോഗക്ഷേമ സഭയാണ്. ഈ കാര്യം സെറ്റാണല്ലോ. ഒരിക്കൽ കൂടി പറയുന്നു. അയ്യങ്കാളി എന്ന് പറയുന്നത് സാധുജന പരിപാലന സംഘമാണ്. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന NSS അഥവാ നായർ സർവീസ് സൊസൈറ്റിയാണ്. അടുത്തത് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്ന സമത്വ സമാജമാണ്. ഇനി ആരാടാ? VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയാണ്. സെറ്റാണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? വേറെയും കുറച്ച് ആൾക്കാരും കൂടി അതിന്റെ താഴത്തേക്ക് സാമൂഹിക പരിഷ്കർത്താക്കളായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും നോക്കണേ, ആരും വിട്ടുപോകരുത്. അവസാനം ടീച്ചർ പറഞ്ഞില്ല എന്ന് പറയരുത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിക്ക് മുന്നിൽ പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ഏതാണ്? ഒരു യൂറോപ്യൻ ശക്തി എന്ത് ചെയ്തിട്ടുണ്ടടാ? ഇന്ത്യൻ ഭരണാധികാരിക്ക് മുന്നിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു യുദ്ധത്തില്. അത് ഏത് യുദ്ധമാണെന്നാടാ ചോദിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് ആംഗോ മൈസൂർ യുദ്ധമാണ്. നമുക്കറിയാം ആംഗോ മൈസൂർ യുദ്ധം എന്ന് പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂരും തമ്മിലുള്ളതാണ്. ഹൈദരലി ആയിരുന്നു മൈസൂർ സേനയെ നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹൈദരലിയുടെ മരണശേഷം മകൻ ടിപ്പു സുൽത്താനാണ് ആ സേനയെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം പരാജയപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതല്ല. അടുത്തത് ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് കേരളത്തിൽ എന്താണ്
കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏതടാ? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അടുത്തത് ഓപ്ഷൻ സി പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ രാഷ്ട്രീയാധിപത്യം സ്ഥാപിച്ച യുദ്ധമാണ് ഏത്? പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അടുത്തതാണ് കുളച്ചിൽ യുദ്ധം. ഈ യുദ്ധത്തിലാണ് ബാറ്റിൽ ഓഫ് കുളച്ചിൽ. ഇതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിക്ക് മുന്നിൽ എന്ത് ചെയ്തിട്ടുള്ളതടാ? പരാജയപ്പെട്ടിട്ടുള്ളത്. ഏത് യുദ്ധത്തിലാണ്? ബാറ്റിൽ ഓഫ് കുളച്ചിൽ അഥവാ കുളച്ചിൽ യുദ്ധത്തിലാണ്. ആരും തമ്മിലായിരുന്നടാ കുളച്ചിൽ യുദ്ധം? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു. അപ്പൊ ഡച്ചുകാരാണ് ആരുടെ മുന്നിലാണ്, ഏത് ഭരണാധികാരിയുടെ മുന്നിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത്? മാർത്താണ്ഡവർമ്മയുടെ മുന്നിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? വീണ്ടും പറയാണ്, നല്ല രീതിയിൽ പഠിക്കുക. കാരണം നമുക്ക് കിട്ടാൻ പോകുന്നത് ചെറിയ തുകയല്ല, 48,000 രൂപയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ആരോടും പറയണ്ട, എൻ്റെ അക്കൗണ്ട് നമ്പർ തരാം, നിങ്ങൾ അതിൽ എന്ത് ചെയ്താൽ മതി? അയച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അയക്കുക എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഫുൾ മന്തി എന്ത് ചെയ്തുതരാം? മേടിച്ചുതരാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ പഠിക്കാത്തത്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുമല്ലോ. എന്തായാലും നിങ്ങൾക്ക് തീരുമാനിക്കാം, എടാ ഈ 48,000 കിട്ടുകയെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഒരു വട്ടമൊക്കെ ഷൈൻ ചെയ്യുക, 1-2 വട്ടം ചെയ്യുക. കാരണം എന്താ? ബില്ല് ഉപ്പാണ് സാധാരണ പേയ്മെൻറ്റ് ചെയ്യുക, അറിയാം. നിങ്ങൾ ചെയ്യണ്ട, തൽക്കാലം എന്ന് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർഡൊക്കെ എന്ത് ചെയ്യുക, സ്വൈപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരു രസമാണ്, അത് വല്ലാത്ത രസമാണ് ഈ കാര്യം. അതുകൊണ്ട് തന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നന്നായിട്ട് മെനക്കിടുകയെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു നിമിഷം നമുക്ക് എന്ത് ചെയ്യാം? അനുഭവിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം വേണോ വേണ്ടേന്ന്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാടാ. 5ാമത്തെ നമ്മൾ പറഞ്ഞു. അടുത്തതാണ് 6ാമത്തത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഹൂ ലെഡ് ദ മലയാളി മെമ്മോറിയൽ? ആരാണ് മലയാളി മെമ്മോറിയൽ ലെഡ് ചെയ്തത് എന്നാണ്. ഓപ്ഷൻ എ പറയുന്നത് ഡോക്ടർ പി പൽപ്പു ആണ്. ഓപ്ഷൻ ബി പറയുന്നത് എന്താടാ? കെ രാമകൃഷ്ണ പിള്ളയാണ്. ഓപ്ഷൻ സി പറയുന്നത് പട്ടം താണു പിള്ളയാണ്. ഓപ്ഷൻ ഡി പറയുന്നത് GP പിള്ളയാണ്. ആരാടാ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി? GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി. അങ്ങനെയാണെങ്കിൽ മലയാളി മെമ്മോറിയൽ അല്ലാത്തൊരു മെമ്മോറിയലും കൂടി ഉണ്ടല്ലോ. ഏതാടാ? അതന്നെടാ. ഏതാണ്? ഈഴവ മെമ്മോറിയൽ. ഏത് മെമ്മോറിയലാണ് മക്കളെ? ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ഡോക്ടർ പി പൽപ്പു. മാറിപ്പോവരുത്. ഡോക്ടർ പി പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് GP പിള്ളയാണ്. സെറ്റാണല്ലോ മക്കളെ? പിള്ളയെ മറക്കരുത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗ്രീനിച്ച് മെറിഡിയൻ 0 ഡിഗ്രി രേഖാംശം സമയം രാത്രി 7 മണിയാണെങ്കിൽ 15 ഡിഗ്രി കിഴക്ക് സമയം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത് എപ്പോഴും 0 ഡിഗ്രി മെറിഡിയൻ ആയിരിക്കും. ഇവിടുന്ന് കിഴക്ക് ഓരോ ഡിഗ്രി പോകുന്നതിനനുസരിച്ചും 4 മിനിറ്റ് കൂടും. ഓരോ ഡിഗ്രി കിഴക്ക് പോകുന്നതിനനുസരിച്ചും 4 മിനിറ്റ് എന്ത് ചെയ്യടാ? കൂടും. എന്നാൽ ഓരോ ഡിഗ്രി പടിഞ്ഞാറേക്കാണ് പോകുന്നത് എങ്കിൽ എന്ത് ചെയ്യും? പടിഞ്ഞാറാക്കാണ് പോകുന്നതെങ്കിൽ 4 മിനിറ്റ് എന്ത് ചെയ്യടാ? കുറയും. അതായത് ഈസ്റ്റിക്കാണ് പോകുന്നതെങ്കിൽ ഓരോ ഡിഗ്രി പോകുന്നതിനനുസരിച്ച് 4 മിനിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ വെസ്റ്റിക്കാണ് പോകുന്നതെങ്കിൽ 4 മിനിറ്റ് എന്ത് ചെയ്യടാ? കുറഞ്ഞുകൊണ്ടിരിക്കും. എവിടെ? ഗ്രീനിച്ച് ലൈനിലെ. സെറ്റാണല്ലോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 15 ഡിഗ്രിയാണ് പോണത്. 1 ഡിഗ്രി പോവാന്നുണ്ടെങ്കിൽ 4 മിനിറ്റ്, കിഴക്കാണെങ്കിൽ 4 മിനിറ്റ് കൂടും, പടിഞ്ഞാറേക്കാണെങ്കിൽ 4 മിനിറ്റ് കുറയും. ക്വസ്റ്റ്യനിൽ നമുക്ക് കിഴക്കായതുകൊണ്ട് കൂടാണ് കാരണം, ഈസ്റ്റ് ആയതുകൊണ്ട് 4 മിനിറ്റ് എന്താവാണ്? ആഡ് ആവുകയാണ്. അപ്പം 15 ഡിഗ്രിയാണ് പോയിട്ടുള്ളത്. 1 ഡിഗ്രിക്കാണ് 4 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രിക്ക് എത്രയാടാ? 10 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 10 × 4 40 ആണ്. 5 × 4 എത്രയാടാ? 20 ആണ്. അപ്പം 40ഉം 20ഉം കൂടി 60. 4 മിനിറ്റ് ഉള്ളത് 60 മിനിറ്റ് ആണ് 15 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാടാ? 1 മണിക്കൂറാണ്. 1 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. കിഴക്കായതുകൊണ്ടാണ് സമയം കൂട്ടുന്നത്. പടിഞ്ഞാറാണെന്നുണ്ടെങ്കിൽ സമയം എന്താ ചെയ്യടാ? കുറക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 7 മണിയാണ്. 7 മണിയാണ്. കിഴക്കായതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൂടും. 15 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ എത്രയായിരിക്കും സമയം? 8 മണിയായിരിക്കും. ഓപ്ഷനിൽ നോക്കുക. ഓപ്ഷൻ ബി
8 PM ആണ്. ഓപ്ഷൻ ഡി 8 AM ആണ്. ഏതാടാ ഉത്തരം വരിക? രാത്രി 7 മണിയാണ്. നമുക്കറിയാം രാത്രി 12 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെ എന്താടാ? AM ആണ്. ഉച്ചക്ക് 12 മണി മുതൽ വീണ്ടും രാത്രി 12 മണി വരെ PM ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രാത്രി 7 മണിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും രാത്രി 8 മണി എന്താവൂടാ? PM ആയിരിക്കും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 8 PM. ഇത് കിഴക്കാണ് ചോദിച്ചതുകൊണ്ട്, ഈസ്റ്റ് ആയതുകൊണ്ട് ഇതേ സാധനങ്ങളോട് ചോദിക്കുന്നത് പടിഞ്ഞാറാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എന്താടാ ചെയ്യേണ്ടത്? കുറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ എത്ര ആയിരിക്കടാ? 6 PM. ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർത്ത് വെക്കുക, ഗ്രീനിച്ച് ഡിഗ്രി 0 മെറിഡിയൻ ആയതുകൊണ്ട് തന്നെ ഓരോ ഡിഗ്രി കിഴക്ക് പോകുന്നതിനനുസരിച്ച് 4 മിനിറ്റ് എന്ത് ചെയ്യും? കൂടും. അത് പടിഞ്ഞാറിലേക്കാണ് പോകുന്നത്, വെസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ 4 മിനിറ്റ് എന്ത് ചെയ്യടാ? കുറയുകയും ചെയ്യും. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ 4 ജോഡികൾ തന്നിട്ടുണ്ട്. അതിന് തെറ്റായത് ഏതാന്ന് കണ്ടെത്താനാണ് ക്വസ്റ്റ്യന്. ഓപ്ഷൻ എ അല്ല, 1ാമത്തെ ക്വസ്റ്റ്യൻ മിച്ച മൂല്യം ഡേവിഡ് റിക്കാർഡോ ആണോ? മിച്ച മൂല്യം ഡേവിഡ് റിക്കാർഡോ ആണോ? അല്ല, തെറ്റാണ്. 1ാമത്തെ തന്നെ തെറ്റാണ്. 2ാമത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്. ശരിയാണോ? ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആരാണ്? ആഡം സ്മിത്ത് ആണ്. അപ്പൊ 2ാമത്തത് ശരിയാണ്. 3ാമത്തത് പാട്ട സിദ്ധാന്തം അഥവാ തിയറി ഓഫ് റെന്റ് അല്ലെങ്കിൽ റെന്റ് തിയറി ആരാടാ? കാൾ മാർക്സ്. തെറ്റാണോ? തെറ്റാണ്. ഇനി 4ാമത്തെ സൃഷ്ടിപരമായ നശീകരണം ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷൻ ആരാടാ? ജെ.എ. ഷുപ്പീറ്റർ ആണ്. ശരിയായതാണ്. ഇനി ഇതിൽ തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. തെറ്റായത് ഏതൊക്കെയാടാ? മിച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ ഡേവിഡ് റിക്കാർഡോ, അത് പെയറായിട്ടുള്ളത് തെറ്റാണ്. പാട്ട സിദ്ധാന്തം കാൾ മാർക്സ്, അതും തെറ്റാണ്. അപ്പോൾ 1, 3 തെറ്റായിട്ടുള്ളത്. നമ്മളോട് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാറിങ്ങാണ്ട് ശരിയായിട്ടുള്ളതൊക്കെ അടയാളപ്പെടുത്തിയ 1 മാർക്ക് പോവുകയെ, ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ആവും നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ കൈവടിക്കുക. അതായത് 1 മാർക്കിനൊക്കെ NMMS പോവാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഇരുന്ന് പഠിച്ചോ. വീണ്ടും പറയുകയാണ്, നല്ല രീതിയിൽ ഇരുന്ന് പഠിച്ചോ. അപ്പോൾ 1, 3 ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തെറ്റായത് ചോദിച്ചതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി. എടാ ഇത് തെറ്റാന്ന് പറഞ്ഞു. ഇതിന്റെ ശരിയായ ഉത്തരം എന്താണ്? മിച്ച മൂല്യം ആരുടേതാണ്? സർപ്ലസ് വാല്യൂ ആരുടേതാണ്? കാൾ മാർക്സ് ആണ്. പാട്ട സിദ്ധാന്തം തിയറി ഓഫ് റെന്റ് ആരുടേതാടാ? ഡേവിഡ് റിക്കാർഡോയാണ്. ഇവർ ഈ തെറ്റായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാ ചോദിച്ചിട്ടുള്ളത്. അതാണ് തെറ്റുള്ള കാരണം. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? 9ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതടാ? ആറ്റിങ്ങൽ റെബല്യൻ, ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഇത് നടന്ന വർഷം ഏത്? കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തിരിഞ്ഞും മറിഞ്ഞും നോക്കാനില്ല. 1721 നടന്നിട്ടുള്ളത്. ഏത് വർഷമാടാ? 1721. ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ള വർഷം. സെറ്റാണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്, 1000 തടാകങ്ങളുടെ നാട് അഥവാ ലാൻഡ് ഓഫ് 1000 ലൈക്ക് ഏതാടാ? ഓപ്ഷൻ എ ന്യൂസിലാൻഡ്, ഓപ്ഷൻ ബി ഫിൻലാൻഡ്. ഇനി താഴത്തേക്കൊന്നും നോക്കണ്ട. ഏതാണ് ഉത്തരം? ഫിൻലാൻഡ് ആണ് ഉത്തരം. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാടാ? ഫിൻലാൻഡ് ആണ്. ലാൻഡ് ഓഫ് 1000 ലൈക്ക്. ഓർത്ത് വെക്കുക, ഫിൻലാൻഡ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 48,000 കിട്ടിയിട്ട് ഇനിയും കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോവാം. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നൽകിയിരിക്കുന്നവയിൽ ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെട്ടതല്ല ചോദിച്ചിട്ടുള്ളത്, ഇൻക്ലൂഡ് ആവാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 1ാമത്തെ ഓപ്ഷൻ എ സമത്വം അഥവാ ഇക്വാലിറ്റി ആണ്. ഓപ്ഷൻ ബി സ്വാതന്ത്ര്യമാണ്, ലിബർട്ടി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്ന അധികാരമാണ്, പവർ ആണ്. പവർ എന്ത് ചെയ്യുന്നില്ല? ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ പറയുന്നില്ല. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പവർ ആണ്. ഓപ്ഷൻ ഡി വരുന്നത് അവകാശങ്ങളാണ്, റൈറ്റ്സ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ പറയുന്നുണ്ടടാ. അവകാശങ്ങളും പറയുന്നുണ്ട്. ഇതിൽ പറയാത്ത ഒന്നായിട്ടുള്ള നീതി, ജസ്റ്റിസും എന്ത് ചെയ്യുന്നുണ്ട്? ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ പറയുന്നുണ്ട്. അപ്പം ഇനി
അടുത്തതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയിൽ രാവും പകലും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ അറിയപ്പെടുന്നത് എന്ത്? എന്താണ് അറിയപ്പെടുന്നത്? പ്രകാശവൃത്തം, സർക്കിൾ ഓഫ് ഇലുമിനേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പലവട്ടം ക്ലാസ്സിലൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഭൂമിയിൽ രാവും പകലും വേർതിരിക്കുന്ന രേഖ, ഡേയും നൈറ്റും സെപ്പറേറ്റ് ചെയ്യുന്ന രേഖ അറിയപ്പെടുന്നത് എന്താണ്? സർക്കിൾ ഓഫ് ഇലുമിനേഷൻ അഥവാ പ്രകാശവൃത്തം എന്നാണ്. ഡേയും നൈറ്റും സെപ്പറേറ്റ് ചെയ്യുന്ന രേഖയെ അറിയപ്പെടുന്നതാണ് പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് മക്കളെ, കടക്കുകയാണ്. നോക്കി നൽകിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? നിങ്ങളെപ്പോലെ ഈ കൂട്ടത്തിൽ കൂട്ടാതിരിക്കാൻ ഒരു കാരണം ഉണ്ടാവും. നമ്മളിപ്പോ ഗ്യാങ്ങിൽ നിന്നൊക്കെ ഒരാളെ പുറത്താക്കണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഇതിൽ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത ഒരാളെ കണ്ടെത്താനാണ് ചോദിക്കുന്നത്. ആരാണെന്ന് നോക്കാം. ഓപ്ഷൻ എ കാറ്റാണ്, വിൻഡാണ്. ഓപ്ഷൻ ബി ഇരുമ്പാണ്, അയൺ ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്, സൂര്യപ്രകാശമാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വേവാണ്, തിരമാലയാണ്. ഇതിൽ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ആരാടാ? ഇരുമ്പാണ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്. ഇരുമ്പാണ്, അയൺ ആണ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ബി ആണ്. വെറുതെ ഇപ്പൊ കൂട്ടത്തിൽ നിന്ന് അവർ ഒഴിവാക്കൂലല്ലോ, അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. എന്താടാ കാരണം അറിഞ്ഞിരിക്കണം. ഈ ഇരുമ്പ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്, പുനർസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവമാണ്. എന്നാൽ കാറ്റായിക്കോട്ടെ, സൂര്യപ്രകാശമായിക്കോട്ടെ, തിരമാലയായിക്കോട്ടെ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്, പുനർസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഇരുമ്പാണ് മക്കളെ. അയൺ ആണ് ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നത്? വേറിട്ട് നിൽക്കുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ എയിം എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഓപ്ഷൻ എ പറയുന്നത് സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കാനാണ്. ഫ്രീ എഡ്യൂക്കേഷൻ ആണോ? അല്ല. ഓപ്ഷൻ ബി പറയുന്നത് മൗലികാവകാശ സംരക്ഷണം, പ്രൊട്ടക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആണോടാ എന്താണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം? അതാണോ? അല്ല. ഓപ്ഷൻ സി പറയുന്നത് പൊതു ആരോഗ്യ നയമാണ്, പബ്ലിക് ഹെൽത്ത് പോളിസി. ആണോടാ? അല്ല. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക. എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് വെൽഫെയർ സ്റ്റേറ്റ്. എന്താണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം? ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ ലക്ഷ്യം, എയിം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് എ വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. സെറ്റാണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഏതാണെന്നാണ്. പരിക്രമണ വേളയിൽ റവല്യൂഷന്റെ സമയത്ത് ഭൂമി സൂര്യനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന ദിവസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള സൗര സമീപകം അഥവാ പെരിഹീലിയൻ ആണ്. അങ്ങനെ അടുത്ത് വരുന്നത് പെരിഹീലിയൻ ആണെന്നുണ്ടെങ്കിൽ അകലെ വരുന്നത് ഏതാണ്? അതന്നെടാ നിങ്ങൾ പറഞ്ഞ തന്നെ. ഏതാണ്? അപ് ഈലിയൻ അഥവാ സൂര്യോച്ചമാണ്. മാറിപ്പോവരുത്. അടുത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്? പെരിഹീലിയൻ ആണ്. അടുത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ ഏതാടാ? പെരിഹീലിയൻ ആണ്, സൗര സമീപകമാണ്. അകലെ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഏതാടാ? അപ് ഈലിയൻ ആണ്, സൂര്യോച്ചമാണ്. ക്ലിയർ ആണല്ലോ. അടുത്തേക്ക് പോവാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ഏത് വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഓപ്ഷൻ എ വസ്ത്രാവകാശം ആണോ? റൈറ്റ് ടു ക്ലോത്ത് ആണോ? അല്ല. അതിന് നമ്മുടെ അപ്പർ ക്ലോത്ത് അഥവാ മേൽമുണ്ട് സമരമുണ്ട് വസ്ത്രധാരണത്തിനും വേണ്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി നികുതി പ്രതിഷേധം, ടാക്സ് ആണോ? അല്ല. ഓപ്ഷൻ സി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണോ വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ള? അല്ല. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടന്നിട്ടുള്ളത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ളത് നമുക്കറിയാം ക്ഷേത്ര പ്രവേശനത്തിനും വേണ്ടിയിട്ടാണ്, ടെമ്പിൾ എൻട്രിക്കും വേണ്ടി നടന്നതാണ് ഏത് ഗുരുവായൂർ സത്യാഗ്രഹം. ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പം ഇവിടുന്ന് ബാക്കിയുള്ളത് ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വരാട്ടോ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ളത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, വേഗം നോക്ക്. 17ാമത്തെ ക്വസ്റ്റ്യൻ. 1998 ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര് എന്നാണ്. 1998 നോബൽ സമ്മാനം ലഭിച്ച, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്നാണ്. ഓപ്ഷൻ എ
JM കെയ്ൻസ് ആണ്. ഓപ്ഷൻ ബി പറയുന്നത് ദാദാബായ് നവറോജിയാണ്. ഓപ്ഷൻ സി പറയുന്നത് അമർത്യകുമാർ സെൻ ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് അഭിജിത്ത് വിനായക് ബാനർജിയാണ്. ആരാണ് ഓപ്ഷൻ സി ആയിട്ടുള്ള അമർത്യകുമാർ സെൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? 1998 നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. എന്നാൽ 2019 നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി ഇതിൽ കിടക്കുന്നുണ്ട്. ആരാടാ? അഭിജിത്ത് വിനായക് ബാനർജിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ആയിട്ട് 1919 എന്ത് ചെയ്തിട്ടുള്ളത്? നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഓപ്ഷൻ ബി ആയിട്ടുള്ള ദാദാബായ് നവറോജി ഏതോ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. ഏത് തിയറിയാടാ? പറയടാ ഏത് തിയറിയാണ്? ഡ്രെയിൻ തിയറി അഥവാ ഏത് സിദ്ധാന്തമാടാ? ചോർച്ചാ സിദ്ധാന്തം ആരുടേതാണ്? ദാദാബായ് നവറോജി. ഓപ്ഷൻ എ ആയിട്ടുള്ള JM കെയ്ൻസ് എന്താണ്? ഗവൺമെന്റിന്റെ ഇടപെടലിനെ പറ്റിയിട്ട്, സാമ്പത്തിക വ്യവസ്ഥയിൽ ഗവൺമെന്റിന്റെ ഇടപെടലിനെ പറ്റി പറഞ്ഞ ആളാണ് JM കെയ്ൻസ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1998 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അത് ഓപ്ഷൻ സി ആയിട്ടുള്ള അമർത്യകുമാർ സെന്നാട. ആരാണ്? അമർത്യകുമാർ സെൻ. അടുത്തതാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണ ഇവിടെ ഏകദേശ വേഗത എത്രയാണെന്ന് തിരിഞ്ഞു മറിഞ്ഞു നോക്കാനില്ലടാ. സെക്കൻഡിൽ എന്താണ്? 30 കിലോമീറ്റർ ആണ്. 30 km/s ആണ് എന്ത്? സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറയുന്നത്. സെറ്റാണല്ലോ മക്കളെ. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ നവമാധ്യമങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്? ഓപ്ഷൻ എ ആണ് കൃത്യമായ പങ്കാളിത്തം. അതിന് നമ്മുടെ നവമാധ്യമങ്ങളായ ന്യൂ മീഡിയാസ് ഒരു കുറവും വരുത്തുന്നില്ല. എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ കാത്തിക്കുകയാണ്. എന്താണ്? ക്യാമറയും സെറ്റപ്പും എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്? സവിശേഷതകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സവിശേഷതകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡിജിറ്റൽ രൂപമാണ്, ഡിജിറ്റൽ ഫോം ആണ്. ഡിജിറ്റൽ ഫോം തന്നെയാണ് ന്യൂ മീഡിയാസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഓപ്ഷൻ സി ഏകദിശയിൽ ആശയവിനിമയം. അത് തെറ്റാണ്. അത് ട്രഡീഷണൽ മീഡിയയുടേതാണ്. പണ്ട് കാലത്തുള്ള പരമ്പരാഗത മീഡിയാസ് ആണ് എന്ത് ചെയ്യുന്നത്? ഏകദിശയിൽ, ഒരു ദിശയിൽ മാത്രം വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പോകുന്നത്. അപ്പം നവമാധ്യമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓപ്ഷൻ ഡി പറയുന്ന ഇരുദിശയിൽ ആശയവിനിമയം. അത് ന്യൂ മീഡിയയുടെ ഫ്യൂച്ചർ ആണ്, അഥവാ ന്യൂ മീഡിയയുടെ സവിശേഷതയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നൽകിയവയിൽ എന്താണ്? നവമാധ്യമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏകദിശയിൽ ആശയവിനിമയം, വൺ വേ കമ്മ്യൂണിക്കേഷൻ. സെറ്റാണല്ലോ മക്കളെ? നിങ്ങൾ ഉറങ്ങണമൊന്നുമില്ലല്ലോ. അപ്പം 5 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഇൻക്ലൂഡ് ആവാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തതാണ് ഓപ്ഷൻ എ റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ബി ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി അഥവാ സ്വത്തിനുള്ള അവകാശം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ടു ഫ്രീഡം, സമത്വത്തിനുള്ള അവകാശം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഏതാണ് അതിൽ ഉൾപ്പെടാത്തത്? അതന്നെ ബി ആണ്. ഓപ്ഷൻ ബി ആണ് സ്വത്തിനുള്ള അവകാശം. ആദ്യം മൗലികാവകാശമായിരുന്നു, പിന്നീട് അതെന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. അപ്പം താഴെ നൽകിയിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇൻക്ലൂഡ് ആവാത്ത ഏതാന്ന് ചോദിച്ചാൽ സ്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റിയും റൈറ്റ് ടു ഫ്രീഡം, അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമൊക്കെ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? മൗലിക അവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ടടാ? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഏത് പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നടാ? പറയടാ. ഭാഗം 3 പാർട്ട് 3 എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ദത്തവകാശ നിരോധനം എന്ന് കേൾക്കുമ്പോൾ തന്നെ വായേ വരണം. ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ലോർഡ് ഡൽഹൌസി ആണ്. ആരാണ് ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയ വ്യക്തി? പറയടാ. ലോർഡ് ഡൽഹൌസി ആണ്. ഡൽഹൌസി പ്രഭുവാണ്. അങ്ങനെയാണ് ഈ ലിട്ടൺ പ്രഭു എന്താ നടപ്പിലാക്കിയിട്ടുള്ളത്? അതന്നെ. ഏതാണ്? നാട്ടുഭാഷ പത്ര നിയമം നടപ്പിലാക്കിയ വ്യക്തിയാണ് ആര്? ലിട്ടൺ പ്രഭു അഥവാ വെർണിക്കുലർ പ്രസ് ആക്ട് ആരുടേതാടാ? ലിട്ടൺ പ്രഭു. ജസ്റ്റ് ഓർത്തിരിക്കാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി 22ാമത്തതാണ്. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ആ പത്രത്തിന്റെ പേര് എന്നാണ്?
ഏതാടാ സ്വദേശാഭിമാനി, പിന്നീട് അതെന്ത് ചെയ്തു, നിർത്തലാക്കി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രം? സ്വദേശാഭിമാനിയാണ്. അങ്ങനെയാണെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ത് ചെയ്തിട്ടുണ്ടടാ, എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനമുണ്ട്. ഏതാടാ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ്ഥാനം? പറയടാ അതന്നെ. ഏതാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ എന്ത് പ്രസ്ഥാനം അഥവാ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് 23ാമത്തെ. വോട്ടവകാശം ഏതു തരം സമത്വത്തിൽ ഉൾപ്പെടുന്നു? റൈറ്റ് ടു വോട്ട് അത് ഏത് തരം ഇക്വാലിറ്റിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ 3 ടൈപ്പ് ഇക്വാലിറ്റി, 3 ടൈപ്പ് സമത്വങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്നേതാണ്? സാമ്പത്തിക സമത്വം, 2 സാമൂഹിക സമത്വം, രാഷ്ട്രീയ സമത്വം. ഈ എക്കണോമിക്കൽ ഇക്വാലിറ്റി, സോഷ്യൽ ഇക്വാലിറ്റി, പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. ഇതിൽ ഏതിലാടാ എന്ത് വരുന്നത്? വോട്ടവകാശം, റൈറ്റ് ടു വോട്ട് ഏതിലാണ് വരുന്നത്? നമുക്കറിയാം ഇപ്പൊ വോട്ടിന്റെ ഒരു ചൂട് എന്താണ്, തോൽവിയും ജയൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതിലാടാ? രാഷ്ട്രീയ സമത്വം അഥവാ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആണ് റൈറ്റ് ടു വോട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. വോട്ട് അവകാശവും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശവും അതേപോലെ തന്നെ പൊതുസ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഇതൊക്കെ ഏതാടാ? രാഷ്ട്രീയ സമത്വത്തിലാണ് ഉൾപ്പെടുക. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആരായിരുന്നടാ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല. ആനി ബസന്റ്. ഓപ്ഷൻ ബി ആയിട്ടുള്ള ആനി ബസന്റ് ആണ് എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുണ്ടറ വിളംബരം നടന്നതെന്ന്. ആരാടാ കുണ്ടറ വിളംബരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്? അതിനിടെ വേലുത്തമ്പി ദളവയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കുണ്ടറ വിളംബരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ കുണ്ടറ വിളംബരം നടന്നിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യന്. ഓപ്ഷൻ എ 1809 ജനുവരി 11 ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്ന 1806 ഡിസംബർ 5 ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്ന 1805 ജനുവരി 5 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്ന 1808 ഫെബ്രുവരി 1 ആണ്. എന്നാണ് വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ആയിട്ടുള്ള 1809 ജനുവരി 11 ഏത് നടന്നിട്ടുള്ളത്? കുണ്ടറ വിളംബരം നടന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം 25 ക്വസ്റ്റ്യൻ ആണ് ഈ സെഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്. ഇനിയും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതിന് മുന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കേട്ടാ. ആരും തിരിഞ്ഞും മറിഞ്ഞും നോക്കണ്ട. അവനാർക്ക് വേണമെങ്കിൽ നന്നായിട്ട് പഠിച്ചു നിങ്ങളെ അക്കൗണ്ടിലാണ് കയറുക, അല്ലാതെ ബാക്കിയുള്ളവർക്കല്ല. ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പറയാണ്, നല്ല രീതിയിൽ പഠിച്ചോ. നമ്മളെല്ലാത്തിനും എന്തുണ്ട് കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ശരി കേട്ടോ.